ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് വീഡിയോ. ഇവിടെ ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ നിൽക്കുമ്പോൾ മുതലുള്ള ഒരു ചെറിയ ആഗ്രഹം, നാട്ടിലെ ഫിഷ് ഹാർബറിൽ പോയി മീൻ ലേലത്തിന് വിളിക്കണമെന്ന്. സോ ഞങ്ങൾ ഫാമിലിയായിട്ട് ഇന്ന് അതിന് പോവുകയാണേ. നമ്മൾ പോയത് നീണ്ടകര ഫിഷ് ഹാർബറിലാണ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല മഴയായിരുന്നു നമ്മൾ പോയപ്പം. ഞങ്ങൾ ആദ്യം ഇവിടെയാണ് പോയത്. പക്ഷെ പിന്നാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്, ഇത് ഓൾഡ് ഹാർബറാണ്, പഴയ ഹാർബറാണ്. സോ അവിടെ ഇപ്പം അടച്ചിട്ടേക്കാണ്. സോ നമ്മൾ പുതിയ ഹാർബറിലേക്ക് പോവുകയാണേ. അങ്ങനെ നമ്മൾ ഈ ബ്രിഡ്ജൊക്കെ കടന്ന് പുതിയ മെയിൻ ഹാർബറിലേക്ക് പോവുക. നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങിയതുമല്ല, നല്ല ഭയങ്കര മഴയായിരുന്നു ആ സമയത്ത്. അങ്ങനെ നമ്മൾ ഹാർബറിലെത്തി. കുറച്ച് ബോട്ടൊക്കെ വന്നു. എല്ലാവരും അടുത്ത ബോട്ട് വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ മഴയും ക്ലൈമറ്റും ട്രോളിംഗ് നിരോധനമൊക്കെ ആകാനുള്ള സമയമായതുകൊണ്ട് മീനെല്ലാം ഭയങ്കര കുറവായിരുന്നു. ഫ്രഷ് മീൻ നമ്മൾ ഹാർബറിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നത്. പക്ഷേ വലിയ മീനുകളോ നെമ്മീനോ അങ്ങനെയുള്ള വലിയ വലിയ മീനുകളോ ഒന്നുമില്ലായിരുന്നു. അയില, ചെറിയ കൊഴുവ, അങ്ങനെയുള്ള ചെറിയ നെമ്മീൻ, അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾ ഇതെല്ലാം ഞങ്ങൾ വാങ്ങിച്ചാണ്. കൊഴുവ വാങ്ങിച്ചു, ചെറിയ കുറച്ചു നെമ്മീൻ വാങ്ങിച്ചു, ഞണ്ട് വാങ്ങിച്ചു, അയില വാങ്ങിച്ചു. ഇത്രയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചുള്ളേ. അങ്ങനെ ഞങ്ങളതെല്ലാം ഫ്രിഡ്ജിലേക്ക് കയറ്റി. ഇന്ന് നമുക്കൊരു ഫാമിലി ഫംഗ്ഷനും കൂടി ഉണ്ടായിരുന്നേ. നമ്മളെല്ലാവരും ആ ഫാമിലി ഫംഗ്ഷനിലേക്ക് വന്ന് എല്ലാവരും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണല്ലേ. വെളിയിൽ പഠിക്കുന്ന പിള്ളേരും നമ്മുടെ അമ്മമാര് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഒരു ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു. മാത്രമേ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ എന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ആ സുന്ദര സമത്വ സുന്ദര സോഷ്യലിസം വരണമെങ്കിൽ കുഞ്ഞെ നിന്റെയും എന്റെയും മനസ്സൊന്ന് ശരിയാവണം, നമ്മുടെ പ്രവൃത്തി ശരിയാവണം. എന്റെ മരുമകൾ കൈയടിക്കുന്നു. തിരിച്ചെടുത്തു. അങ്ങനെ സമ്മാനദാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് അടിക്കാൻ കയറി. ഞങ്ങൾ പിള്ളേർ സെറ്റ് ആദ്യം ഇരുന്ന് ബിരിയാണിയും ബീഫും എല്ലാം കഴിച്ചു. നമ്മുടെ എൽസിമാമയും തമ്പിച്ചാനും ആയിരുന്നു കേട്ടോ ഈ പരിപാടി ഹോസ്റ്റ് ചെയ്തത്. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ.